ഹായ് കൂട്ടുകാരെ, ഇന്ന് പച്ചക്കറി വിശേഷങ്ങളൊന്നുമല്ല കേട്ടോ മണ്ണെടുത്ത് ഷെയർ ചെയ്യുന്നത്. ഇന്ന് എൻ്റെ അല്പം ഇൻഡോർ പ്ലാന്റുകളുടെ ഒരു കുഞ്ഞു കളക്ഷനാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണിക്കുന്നത്. പച്ചക്കറികൾക്കൊപ്പം പൂക്കൾക്കും ചെടികൾക്കും ഒരു നല്ല സ്ഥാനം നമുക്ക് കൊടുക്കാം, പ്രത്യേകിച്ചും ഇൻഡോർ പ്ലാന്റുകൾക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻഡോർ ആണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ്. ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ്. ഇതിന്റെ പച്ചയും മഞ്ഞ അരികളുള്ള പച്ചയും എനിക്കുണ്ട്. ഇതിന് നമുക്ക് ഒരു പരിചരണവും ആവശ്യമില്ല, അമിതമായി നനയ്ക്കണ്ട. ഇതിന്റെ ഇല കട്ട് ചെയ്ത് വെള്ളത്തിലോ മണ്ണിലോ താഴ്ത്തിയാൽ വേര് മുളപ്പിച്ചെടുക്കാം. ഇത് രാത്രിയും പകലും ഒക്കെ എയർ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാസ്തുപ്രകാരം ഇത് നമുക്ക് വീടിന്റെ തെക്ക് കിഴക്ക് വയ്ക്കാം. രണ്ടാമതായി നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു നല്ല ഇൻഡോർ ആണ് പോത്തോസ്. ഇതൊരു അലങ്കാര സസ്യം എന്നതിനുപരി ഭാഗ്യവും സമ്പത്തും കൊണ്ടുവരുന്ന ഒരു ചെടിയാണെന്ന വിശ്വാസം കൂടുതലും ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വീടുകളിലും ഇത് വളർത്തുന്നുണ്ട്. ഇത് നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്, നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. വീടിന്റെ തെക്ക് കിഴക്ക് തന്നെയാണ് ഇതിന്റെയും സ്ഥാനം. അടുത്തതായി നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ലൊരു ഇൻഡോർ ആണ് പീസ് ലില്ലി. നല്ല കടും പച്ച നിറമാണ് ഇതിന്റെ ഇലകൾക്ക്. വെള്ള ലില്ലിപ്പൂ പോലുള്ള പൂവാണ് ഇതിൻ്റെ. അന്തരീക്ഷ മാലിന്യങ്ങളെ ശുദ്ധീകരിക്കുന്ന പീസ് ലില്ലിയും ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അടുത്ത എൻ്റെ ഇൻഡോറിലെ ഏറ്റവും നല്ലൊരു കളക്ഷൻ ആണ് ഹാർഡ്ലി ഫിലോഡെൻഡ്രോൺ. നാസയുടെ മികച്ച 10 ഇൻഡോർ ചെടികളുടെ പട്ടികയിൽ ഒന്നാണ് ഇത് കേട്ടോ. വായുവിൽ നിന്ന് ഫോർമാൽഡിഹൈഡ് ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. മിതമായ പ്രകാശവും വെള്ളവും ഒക്കെ ഇതിന് മതിയാകും. അടുത്തയാളാണ് ലക്കി ബാംബു. പേര് പോലെ തന്നെ ആള് ലക്കിയാണ്. ചകിരിച്ചോറും അല്പം മണ്ണും ചേർത്താണ് ഞാനിത് നട്ടത്. ഇതിന് പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല, വെള്ളത്തിൽ വെച്ചാലും ഇത് വളർന്നോളൂ. അപ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് കളക്ഷനുകളിൽ നിർബന്ധമായും ഈ പറഞ്ഞ 4 ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് മാത്രമല്ല, കുറച്ചധികം കളക്ഷൻസ് കൂടി എനിക്കുണ്ട് കേട്ടോ. റെഡ് ലിപ്സ്റ്റിക്ക്, പിൻസ്ട്രൈപ്പ് കലാത്തിയ, CC, സ്പൈഡർ പ്ലാന്റ്, ആരോ ഹെഡ്, അങ്ങനെ കുറച്ചധികം കൂടി എൻ്റെ കളക്ഷൻസിലുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, വീട് മനോഹരമായി സൂക്ഷിക്കാൻ മാത്രമല്ല ഇൻഡോർ പ്ലാന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വായു ശുദ്ധീകരിക്കുക, മനസ്സിന് കുളിർമയേകുക, ഒരു പോസിറ്റീവ് വൈബ് നിറയ്ക്കുക, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളൊക്കെ ഒരു സ്വർഗമാക്കി മാറ്റുക. അങ്ങനെ ഒരുപാടുണ്ടേ. അപ്പോൾ ഇതിനൊക്കെ ഞാൻ കൂടുതലും ഒഴിച്ചു കൊടുക്കുന്ന വളം എന്താണെന്ന് അറിയണ്ടേ? മറ്റൊന്നുമല്ല, അരി കഴുകുന്ന വെള്ളമുണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ ഇതിനെല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഇലയൊക്കെ നല്ല ഫ്രഷായി നല്ല പച്ചപ്പായി നിൽക്കാൻ എപ്സം സാൾട്ട് ഉണ്ടല്ലോ, അതും ഞാൻ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ മണ്ണെഴുത്തിന്റെ ഇൻഡോർ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കൂട്ടരെ. അപ്പോൾ പതിവുപോലെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.